ഇന്ന് എൻ്റെ ഒരു ഫ്ലോപ്പായൊരു മിൽക്ക് പുഡിംഗ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഫ്ലോപ്പ് എന്ന് പറയാൻ പറ്റില്ല, കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് ചെയ്തപ്പോൾ അത് പൊട്ടിപ്പോയി. നമുക്കപ്പോൾ വീഡിയോയിലോട്ട് പോവാം, അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് പഞ്ചസാര എടുത്ത് അത് കാരമലൈസ് ചെയ്യണം. ഇതുപോലൊരു പാനിലിട്ട് അതിനെ മെൽറ്റാക്കി എടുക്കണം. ഇത് ഇച്ചിരി പൊട്ടലും ചീറ്റലൊക്കെ ഉള്ള ഒരു വീഡിയോ ആണ് കേട്ടോ, അപ്പോൾ എല്ലാവരും ക്ഷമയോടെ കാണണേ. അപ്പോൾ ഞാൻ ഇതുപോലെ മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുമ്പോൾ ആരും പേടിക്കണ്ട, കുറച്ച് കട്ടിയായതുപോലെ ഇരിക്കും പഞ്ചസാര. അത് നമുക്ക് മെൽറ്റാക്കി എടുക്കാൻ പറ്റും. അത് വെള്ളത്തിൽ കിടന്ന് അങ്ങനെ മെൽറ്റ് ആയിക്കോളും, ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഇതുപോലെ അപ്പം മെൽറ്റായി വരും. എന്നിട്ട് കുറച്ചൊരു ബ്രൗൺ കളറാവുന്ന വരെ, ഒരു ലൈറ്റ് ബ്രൗൺ കളർ, ഇതുപോലെ ഒരു ബ്രൗൺ കളറാവുന്നത് വരെ നമ്മൾ മെൽറ്റാക്കി എടുക്കണം. എന്നിട്ട് ഏത് പാത്രത്തിലാണോ നമുക്ക് പുഡിംഗ് ഉണ്ടാക്കേണ്ടത് ആ പാത്രത്തിലോട്ട് ഈ കാരമൽ സിറപ്പ് അതിലോട്ട് ഒഴിക്കണം. പെട്ടെന്ന് തന്നെ ഒഴിക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് കട്ട പിടിച്ചു പോകും. എന്നിട്ടത് മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് പാലത് നമുക്ക് തിളപ്പിക്കണം. പാല് തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് ഒരു ബൗളിലോട്ട് പാലൊഴിച്ച് കുറച്ച് പഞ്ചസാര, എത്ര നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് അതിലൊരു മുട്ട പൊട്ടിച്ച് ഒഴിക്കണം. ഞാനിവിടെ ഒരു മുട്ട ഒഴിക്കുന്നുള്ളൂ, കാരണം എനിക്ക് മുട്ടയുടെ മണം എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ഞാനൊരു മുട്ട. എന്നിട്ട് അതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ മിക്സ് ആക്കണം. എന്നിട്ട് ഇച്ചിരി വാനില എസൻസ് ഞാൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ നേരത്തെ മാറ്റി വെച്ച കാരമൽ സിറപ്പിലോട്ട് ഈ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒരു വലിയൊരു പാത്രം എടുത്ത് അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ ആവിയിൽ വേവിച്ചെടുക്കണം അത് കേട്ടോ. ഫോയിൽ പേപ്പറോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കവർ ചെയ്തിട്ട് വേണം വേവിക്കാൻ. ഇതുപോലൊരു ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കുമ്പോഴത്തേക്കും അതിലൊന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വെന്തിട്ടുണ്ടെന്നാണ് അർത്ഥം. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്യാം. എന്നിട്ടൊരു പാത്രം ഇതുപോലെ വെച്ച് ഫ്ലിപ്പ് ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് വരും. പക്ഷേ എൻ്റെത് കറക്റ്റായിട്ട് വന്നില്ല, എൻ്റെത് ഇതുപോലെ പൊട്ടിപ്പോയി. പക്ഷേ കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്